അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ റെസ്റ്റും കഴിഞ്ഞ് നമ്മളെ ഷോപ്പിലേക്കാട്ട് കേറുമ്പോ തന്നെയാണ് ഈ ചെങ്ങായിനെ ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇവിടെ കുറ്റിയടിച്ച് നിക്കല എന്റെ പരിപാടി തള്ളലാ തള്ളുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് ഓലടുത്തേക്ക് ഓനാണെങ്കിലോ മണ്ടി കഴിച്ചലാക്കി. അതെന്തിനാന്ന് വെച്ചാ ഓനെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്ത് ഓന്റെ കമ്പനിക്കാരൊന്നും പറയാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിനി ഓന്റെ കമ്പനിക്കാരോ പറയാനുള്ളൂ. നിങ്ങൾ ഓനോ പറയാൻ പോകുന്ന കാര്യം കമന്റിലേക്കും കൂടി ഒന്ന് ഇടീന്ന് ഞാനും ഒന്ന് കാണാം. പിന്നെ നമ്മളെ റെസ്റ്റിന് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ചെരുപ്പ് വന്നി. ഇനി ഇതിനൊക്കെ ഒന്ന് ബാർകോഡ് ഒട്ടിച്ച് തൂക്കിയിടണം. പിന്നെ നമ്മളെ കിണികിണി അടിക്കുന്ന സാധനം നമ്മളെ പരിപാടികളൊക്കെ മെല്ലാട്ട് തുടങ്ങും. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാനിനി എപ്പോഴാ ഒന്ന് നാട്ടിൽ പോവാന്നുള്ള ചിന്ത. ഒരു വർഷമായ ഇവിടെ ലീവ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഇവിടെ ഉള്ള ചെങ്ങൈമാരെ പറഞ്ഞപ്പോ ഓല് പറഞ്ഞത് ഈ ഒരു തന്നെ ഗ്യാപ്പിലല്ലേ നിക്കണേ, ഓം വരാണ്ട് ഒരു പരിപാടി നടക്കൂല. പിന്നെ അതും കൂടി കേട്ടപ്പോ നമ്മളൊന്നായിട്ട് ചടച്ച അവസ്ഥയിലായി. ഇനി നമ്മൾ ഓം വരാൻ കാത്തു നിക്കണം, വേറെ വഴി. പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന പരിപാടികൾ നമ്മളെ സംഭവം ഒന്ന് തൂക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. പിന്നെ നമ്മളത് ഓരോന്നായിട്ട് കേട്ടി വെച്ച് ആ പണിയായിട്ട് തീർത്ത് നമ്മൾ തൂക്കിടുന്ന സ്ഥലം ഒന്ന് സെറ്റപ്പ് ആക്കി. ഇനി നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ ഒരു ചായ അടിക്കണം. കുറച്ചു നേരം എയില് കളിക്കുന്നു. പിന്നെ ഒരു ചായയും അത് കുടിച്ചപ്പോഴാണ് ഉണ്ടടാ എന്താന്നറിയില്ല, നല്ല കടുപ്പുള്ള ചായ, ഒരു വല്ലാത്തൊരു എന്തായാലും ഉസാറായി. പിന്നെ അതും കുടിച്ചിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനൊന്ന് ഡീൽ ചെയ്യാം, ഓൽക്ക് വേണ്ടിയ സാധനം ഒന്ന് എടുത്തോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ രാത്രിത്തെ ഭക്ഷണം കഴിക്കാനാട്ടെ എന്റെ മോനെ ഇവിടെ പോ എമ്പേന്റെ തണുപ്പാ, ഒരു മഴ പെയ്തതാ. അതിന് ശേഷം മൊത്തപ്പത് അങ്ങനാണ് തണുത്ത് വിറച്ച് നടക്കും. ഇവിടെ ഓരോന്നാണെങ്കിലോ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാ നടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അത്രക്കും തണുപ്പുണ്ട്. പിന്നെ നമ്മളെ മെസ്സിൽ പോയിട്ട് ഒരു ഫുഡും കഴിച്ച് ആടുന്നു. നമ്മളെ ഷോപ്പിലേക്ക് തന്നെ ആട്ടെത്തി. നമ്മളെ വയറ് ഫുള്ളായി. ഇതിന്റെ ഒരു മന്ദപ്പുണ്ട്. പിന്നെ ഞാൻ കണ്ടത് ഒരു 80-85 തിരക്കാ. ഒന്നായിട്ട് അൽക്കുലത്തായി പോയി നമ്മൾ. ഇവിടെ ആണെങ്കിലോ കൊറേ ഉണ്ട് മടക്കാൻ. പിന്നെ മടക്കാനായിട്ട് തുടങ്ങി. നമുക്ക് പോവാനായിക്കണേ. പിന്നെ അതും മടക്കി നമ്മൾ ഷോപ്പൊന്നും മെല്ലാട്ടാറ്. ഇനി റൂമിൽ പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് കിടക്കാം. നമ്മള് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇഷാൻ പറഞ്ഞ നമുക്കൊരു ചായ, അതും ഓന്റെ വക. അതും കൂടി കേട്ടപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഓന്റെ പരമ്പ്. പിന്നെ നമ്മള് റൂമിന്റെ അടുത്തുള്ള ചായ പിടിയുന്ന ഒരു സുലൈമാനി അതിന്റെ പൈസയും കൊടുത്ത് നമ്മള് മെല്ലെ റൂമിലേക്ക് പോകും. ഇനി റൂമില് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോ ശരി എന്നാ.